So the next topic is floors. So let's see what you mean by a floor. Floor എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. Floors are provided to divide a building into different levels for creating more accommodation, one above the other within the limited space. I repeat, floors are provided to divide a building into different levels for creating more accommodation, one above the other within the limited space. ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ബിൽഡിങ്ങിന്റെ വാൾസ് ഉണ്ട്. സോ ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രക്ചർ, നമ്മൾ ഒരു സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് അതിനെ എൻക്ലോസ് ചെയ്തെടുക്കും. അതാണ് ഒരു ബിൽഡിംഗ്. സോ ബിൽഡിങ്ങിനകത്ത് വരുന്ന സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്ലോർ. സോ നമ്മൾ എന്തിനാണ് ഒരു ബിൽഡിങ്ങിൽ ഫ്ലോർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ഫ്ലോർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഡിവൈഡ് എ ബിൽഡിംഗ് ഇൻടു ഡിഫറെന്റ് ലെവൽസ്. ഒരു ബിൽഡിങ്ങിനെ പല പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൂടുതൽ അക്കോമഡേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. ഫോർ ക്രിയേറ്റിംഗ് മോർ അക്കോമഡേഷൻ വൺ അബവ് ദി അതർ വിത്തിൻ ദ ലിമിറ്റഡ് സ്പേസ്. ഒരു ബിൽഡിങ്ങിനകത്തുള്ള ആ ലിമിറ്റഡ് സ്പേസിനകത്ത് കൂടുതൽ അക്കോമഡേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഈ കൂടുതൽ അക്കോമഡേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്? ബിൽഡിങ്ങിനെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബിൽഡിങ്ങിനകത്ത് ഫ്ലോർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിനെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ വി ആർ ക്രിയേറ്റിംഗ് മോർ അക്കോമഡേഷൻ വൺ അബവ് ദി അതർ വിത്തിൻ ദ ലിമിറ്റഡ് സ്പേസ്. ഒരു ബിൽഡിംഗ് എൻക്ലോസ് ചെയ്യുന്ന ആ ലിമിറ്റഡ് സ്പേസിനകത്ത് വൺ അബവ് ദി അതർ മോർ അക്കോമഡേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബിൽഡിങ്ങിനെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ അങ്ങനെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്ലോർസ്. സോ ഡെഫിനിഷൻ ഓഫ് ഫ്ലോർസിന്റെ ഒന്നും കൂടെ നോക്കാം. Floors are provided to divide a building into different levels for creating more accommodation, one above the other within the limited space. So they are provided to divide a building into different levels. Floors are provided to divide a building into different levels. എന്തിനാണ് നമ്മൾ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഫോർ ക്രിയേറ്റിംഗ് മോർ അക്കോമഡേഷൻ, ഫോർ ക്രിയേറ്റിംഗ് മോർ accommodation, one above the other within the limited space. So floors are provided to divide a building into different levels for creating more accommodation, one above the other within the limited space. ഇനി the bottom floor near the ground is known as ground floor. ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഫ്ലോർ, അതിനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വിളിക്കും. എന്താണ് ഗ്രൗണ്ട് ഫ്ലോർ? the bottom floor near the ground. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ബോട്ടം ഫ്ലോർ നിയർ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിന് ചേർന്നുള്ള ബോട്ടം ഫ്ലോർ. അതിനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വിളിക്കുന്നത്. നോ അതർ ഫ്ലോർസ് above it are termed as upper floors. അപ്പർ ഫ്ലോർസ് എന്ന് പറയുന്നത് above ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലോട്ടുള്ള ഏത് ഫ്ലോർസിനെ അപ്പർ ഫ്ലോർസ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതെല്ലാം അപ്പർ ഫ്ലോർസ്. ഇനി if there is any accommodation constructed below the ground level, it is known as basement. ഇനിയൊരു ടേം ആണ് ബേസ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ എന്തെങ്കിലും അക്കോമഡേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതായത് ഒരു നാച്ചുറൽ ഗ്രൗണ്ട് ലെവൽ കാണും, അതിന് താഴോട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നമ്മൾ അക്കോമഡേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ബേസ്മെന്റ് എന്ന് വെച്ചാൽ അക്കോമഡേഷൻ constructed below normal ground level. നോർമൽ ഗ്രൗണ്ട് ലെവലിൽ താഴെ കൺസ്ട്രക്ട് ചെയ്യുന്ന അക്കോമഡേഷൻസിനെയാണ് ബേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫ്ലോർ പ്രൊവൈഡഡ് ഇൻ ഇറ്റ് ഈസ് നോൺ ആസ് ബേസ്മെന്റ് ഫ്ലോർ. എന്ത് വിളിക്കും? ബേസ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോർ ആണ് basement floor. Floor provided in the basement. Basement il provide ചെയ്യുന്ന floor ആണ് basement floor. So floor എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കി. ഇനി ഫ്ലോർസിന് എന്തൊക്കെ പേര് പറയുന്നു? ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, അപ്പർ ഫ്ലോർ ഉണ്ട്, ബേസ്മെന്റ് ഫ്ലോർ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിനോട് ചേർന്ന് നടക്കുന്ന ബോട്ടം ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ. അതിന് മേലോട്ടുള്ള ഫ്ലോർസിനെ അപ്പർ ഫ്ലോർസ് എന്ന് പറയും. അതിന്റെ ലെവൽ അനുസരിച്ച് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ എന്ന് പറയും. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള അക്കോമഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ ബേസ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോറിനെ ബേസ്മെന്റ് ഫ്ലോർ എന്ന് വിളിക്കും. നൗ ലെറ്റ്സ് സീ ദ കമ്പോണൻസ് ഓഫ് ഫ്ലോർ. ഫ്ലോറിനകത്ത് രണ്ട് മേജർ കമ്പോണൻസ് ഉണ്ട്. ഫ്ലോറിനകത്ത് രണ്ട് മേജർ കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, a subfloor that provides proper support to the floor covering and the superimposed loads carried on it. First component എന്താണ്? Subfloor. എന്താണ് ഈ subfloor? It provides proper support to floor covering. Provides support to floor covering and also superimposed load carried on it. Floor covering and superimposed loads on it. അതായത് ഒരു ഫ്ലോറിന്റെ ഫ്ലോർ കവറിങ്ങിനും അതിന്റെ പുറത്ത് വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിനും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് സബ് ഫ്ലോർ. ഒരു ഫ്ലോറിന് രണ്ട് മേജർ കമ്പോണൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് കമ്പോണന്റ് ആകുന്നു സബ് ഫ്ലോർ. എന്താണ് സബ് ഫ്ലോർ? ഫ്ലോർ കവറിങ്ങിനും അതിന്റെ പുറത്ത് വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിനും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് സബ് ഫ്ലോർ. Now the next component is floor covering. Next component is floor covering. Floor covering provides smooth, clean, impervious and durable surface. Provides smooth, clean, impervious and durable surface. So floor covering എന്ന് പറഞ്ഞാൽ ഫ്ലോറിന് ഒരു സ്മൂത്ത്, ക്ലീൻ, ഇംപെർവിയസ്, ഡ്യൂറബിൾ സർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ഫ്ലോർ കവറിംഗ്. ഫ്ലോർ കവറിംഗ് വെച്ച് എന്താണ്? ഫ്ലോർ കവറിംഗ് പ്രൊവൈഡ്സ് സ്മൂത്ത്, ക്ലീൻ, impervious and durable surface. So these are the two major components of floor: subfloor and floor covering. Now, National Building Code of India Part 4 Fire and Safety specifies that floor area or the occupant load should be based on actual number of occupants but in no case less than the specified in the table below. അതായത് NBC നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ. NBCയുടെ പാർട്ട് 4 ഫയർ ആൻഡ് സേഫ്റ്റി പ്രകാരം
എത്രയായിരിക്കണം ഫ്ലോർ ഏരിയ എന്ന് നോക്കാം. NBC ഫയർ ആൻഡ് സേഫ്റ്റി പാർട്ട് 4 അത് വെച്ചിട്ട് ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ ഓക്യുപ്പന്റ് ലോഡ് എത്രയാണെന്ന് നോക്കാം. Group of occupancy, occupant load or floor area in meter square per person. എങ്ങനെ വരും നോക്കാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ റെസിഡൻഷ്യൽ ടൈപ്പ് ഓഫ് ഒക്യുപ്പൻസി ആണെങ്കിൽ ഒരു പേഴ്സണിന് 12.5 മീറ്റർ സ്ക്വയർ വേണം. ഫ്ലോർ ഏരിയ മീറ്റർ സ്ക്വയർ പെർ പേഴ്സൺ. അതാണ് ഓക്യുപ്പന്റ് ലോഡ്. 12.5 മീറ്റർ സ്ക്വയർ. അതുപോലെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓക്യുപ്പൻസി ആണെങ്കിൽ 10 മീറ്റർ സ്ക്വയർ per person. ഇതാണ് ആസ് പെർ NBC occupancy load അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ in meter square per person. Now let us see what are the functions of floors. Functions of floor. The main function of floor is to provide support for occupants, furniture and equipments of a building, and the function of providing different floors is to divide the building into different levels for creating more accommodation within the limited space. So main function of a floor is to provide support for occupants, furniture and equipment of a building. And the function of providing different floors. അതായത് ഒരു ഫ്ലോർ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്താണ് ഒരു ഫ്ലോറിന്റെ? ഓക്യുപ്പൻസിനും ഫർണിച്ചറിനും എക്യുപ്മെന്റ്സിനും ഒക്കെ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഫ്ലോർ. പിന്നെ എന്താണ് നമ്മൾ ഡിഫറെന്റ് ഫ്ലോർസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഡിഫറെന്റ് ഫ്ലോർസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഫംഗ്ഷൻ എന്താണ്? ആ ബിൽഡിങ്ങിന്റെ ലിമിറ്റഡ് സ്പേസിനകത്ത് കൂടുതൽ അക്കോമഡേഷൻ ഡിഫറെന്റ് ലെവൽസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. So let us see what are the functions of a floor. Major function to support the occupants, furniture and equipment. അത് കഴിഞ്ഞ് function of providing different floors is to divide the building into different levels. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. So floor should provide the following function. First one, strength and first function is strength and stability. എന്താണ് വരുന്നത് അതിനകത്ത്? All the floors, whether basement, ground or upper should be strong enough to support the floor covering and superimposed load. All floors should be strong enough to support floor covering and superimposed floor covering-നെയും അതിനകത്ത് വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിനെയും സപ്പോർട്ട് ചെയ്യാൻ സ്ട്രോങ് ആയിരിക്കണം എല്ലാ ഫ്ലോർസും. ഓൾ ഫ്ലോർസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ബേസ്മെന്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ ഓർ അപ്പർ ഫ്ലോർ
basement floor ആയാലും ground floor ആയാലും upper floor ആയാലും it should be strong enough to support floor covering and superimposed load. അപ്പോൾ strength and stability ആണ് first function. Second function is durability and damp prevention. Second is durability and damp prevention. എന്താണ് നോക്കാം. The floor should provide clean, smooth, solid, durable and water resisting surface. Floor എങ്ങനെയായിരിക്കണം? Floor should provide floor എന്തെല്ലാം തരണം? Clean, smooth, solid, durable and water resisting surface ആയിരിക്കണം. Floor നമുക്ക് clean, durable, waterproof, smooth, solid, wear resisting surface ആയിരിക്കണം provide ചെയ്യുന്നത്. So durability and damp prevention എന്നുള്ള ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? The floor should provide clean, smooth, solid, durable and wear resisting surface. Floors clean, smooth, solid, durable and wear resisting surface provided. Now the third function is heat insulation. Heat insulation എന്താ പറയുന്നത്? Insulation against heat should be provided in case of ground and basement floors, especially when suspended and ventilated timber floors are used. നമ്മൾ suspended and ventilated timber floors ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് insulation against heat provide ചെയ്യണം. Heat insulation provide ചെയ്യണം in case of ground and basement floor. For basement and ground basement floor or ground floor ഒക്കെ ആണെങ്കിൽ heat insulation provide ചെയ്യണം, especially when suspended and ventilated timber floors are used. Suspended and timber floors use ventilated timber floors യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഹീറ്റ് കൂടുതൽ വരുന്നത്. സോ heat insulation provide ചെയ്യണം. Insulation against heat should be provided in case of basement and ground floor, especially പ്രത്യേകിച്ച് നമ്മൾ suspended and ventilated timber floors യൂസ് ചെയ്യുവാണെങ്കിൽ. Now next, sound insulation and fire resistance. Sound insulation and fire resistance. So ഇതിൽ എന്താ പറയുന്നത്? The insulation against sound and fire should be provided in case of upper floors as they act as horizontal barriers for the passage of sound and fire in vertical direction. So ഇത് എവിടെയാണ് വരുന്നത്? സൗണ്ട് ഇൻസുലേഷനും ഫയർ റെസിസ്റ്റൻസും വരുന്നത് അപ്പർ ഫ്ലോർസിന്റെ കേസിലാണ്. In case of upper floors, since they are horizontal barriers. Since they are horizontal barriers for the passage of sound and fire in vertical direction. അതായത് അപ്പർ ഫ്ലോർസിന്റെ കേസിലാണ് സൗണ്ട് ആൻഡ് ഫയർ ഇൻസുലേഷൻ വരുന്നത്. ഈ ഹൊറിസോണ്ടൽ
അതായത് സൗണ്ടിനും ഫയറിനും വെർട്ടിക്കൽ ഡയറക്ഷനിൽ പാസ് ചെയ്യാൻ നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ബാരിയർ ആണ് അപ്പർ ഫ്ലോർസ്. അപ്പർ ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെയും ഫയറിന്റെയും വെർട്ടിക്കൽ പാസേജിന് ഹൊറിസോണ്ടൽ ബാരിയേഴ്സ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ അപ്പർ ഫ്ലോറും. സോ സൗണ്ട് ഇൻസുലേഷനും ഫയർ റെസിസ്റ്റൻസും അപ്പർ ഫ്ലോർസിന്റെ കേസിലാണ് പറയുന്നത്. അതായത് ഇൻസുലേഷൻ അഗൈൻസ്റ്റ് സൗണ്ട് ആൻഡ് ഫയർ should be provided in the case of upper floors as they act as horizontal barriers for the passage of sound and fire in vertical direction. സൗണ്ടും ഫയറും വെർട്ടിക്കൽ ഡയറക്ഷനിൽ പാസ് ചെയ്യാൻ ഹൊറിസോണ്ടൽ ബാരിയേഴ്സ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പർ ഫ്ലോർസ്. സോ ഇൻസുലേഷൻ അഗൈൻസ്റ്റ് ഫയർ ആൻഡ് sound should be provided in case of upper floors. So these are the functions of floors: strength and stability, durability and dam protection, heat insulation, sound insulation and fire resistance.